എന്താണ് ഈ ചക്ക നോക്കി വെക്കണം? ചക്കയോ? എവിടെ ചക്ക? ഈ ചക്ക ഇത് പൈനാപ്പിൾ തോട്ടമല്ലടാ. ആ അതും ചക്കയാണല്ലോ, കൈതച്ചക്ക. ആ കൈതച്ചക്ക. യെസ്. ഇതിനകത്ത് എന്തൊക്കെ വരുമാനം ഉണ്ടെന്ന് നിനക്കറിയോ? വരുമാനം ആ സ്ക്വാഷ് ഉണ്ടാക്കാം. എന്ത് സ്ക്വാഷ്? പൈനാപ്പിളിൻ്റെ. പൈനാപ്പിൾ സ്ക്വാഷ്. പൈനാപ്പിൾ വെട്ടി വിൽക്കാം അല്ലേ? വിൽക്കാം. അതല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? എനിക്കറിഞ്ഞൂടാ. ആ ഇതിൻ്റെ നൂല് വെച്ച് ഇതിനകത്തൊരു നാര് മാതിരി ഒരു സാധനമുണ്ട്. ഇതിൻ്റെ ഇലയില്ലേ, അതിൽ നിന്നൊക്കെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സാധനമുണ്ട്. ഇവിടുന്ന് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ കേരളത്തിന് പുറത്തേക്കൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ഇത് കയറ്റിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും എനിക്ക് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് യൂസ്ഫുള്ളായ സാധനമാണ്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്കറിയാൻ പറ്റും. നിനക്കറിയാവുന്നുണ്ടോ? അറിയാവോ? അറിഞ്ഞൂടാ. നീ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാവോ ഇതിൽ നിന്ന് എന്തൊക്കെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളവരെ? അറിയാവുന്നവരൊന്ന് കമൻറ്റിൽ പറയുക. പക്ഷെ നമ്മൾ വന്ന് ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് പറയാമെന്നേ. അല്ല, നമുക്ക് വന്ന നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയാം. നമുക്ക് പ്രൊഡക്റ്റിൻ്റെ കാര്യം പറയാനുണ്ട്. ഞാനൊരു പുതിയ വീട് പരിചയപ്പെടുത്താനായിട്ട് വന്നത്. അപ്പം ഞങ്ങൾ കയറി കാണാൻ പോവാണ്. നിങ്ങളെ നമുക്ക് ഒരുമിച്ച് പോയി അത് കാണാം. ഈ സ്ഥലം ഏതാണ് അറിയോ? പള്ളിക്കര. യെസ്, പള്ളിക്കര. എറണാകുളം ജില്ലയിലെ കാക്കനാട് പള്ളിക്കര. വണ്ടർലയുടെ അടുത്തുള്ള പള്ളിക്കര. വണ്ടർലയുടെ അടുത്ത്, അതങ്ങനെ എടുത്ത് പറയണല്ലേ, വണ്ടർലയുടെ അടുത്തുള്ള. വണ്ടർല കേരളത്തിൽ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ കുറച്ചുകൂടെ ഏജ് ഇപ്പം പുതിയ ഇൻസ്റ്റയിലുള്ള പുതിയ ഒരു വാക്കുണ്ട്, തന്തവൈവ് അല്ലേ. ഞങ്ങളെപ്പോലുള്ള അത്യാവശ്യം ഒരു 30+ ആയിട്ടുള്ള ആളുകളിൽ ആ ആളുകൾക്കെല്ലാം വീഗാലാൻഡ് എന്ന് പറഞ്ഞാലായിരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റുക. അപ്പോൾ അതിനടുത്തായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഈ പള്ളിക്കര ഇൻഫോ പാർക്കിൻ്റെ അടുത്തുനിന്ന് ദൂരം നിനക്ക് എത്ര ഉണ്ടെന്ന് അറിയോ? ഇല്ല, 5.5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 2ലേക്ക്. അപ്പോൾ അവിടെ ആയിട്ടുണ്ടാ ഈ വീടാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ കൃത്യമായിട്ടും പറയണം, ഈ വീട്ടിലേക്കുള്ള വഴി സൗകര്യത്തിൻ്റെ അധികം പറയണം. ഇതാണ് റോഡ് വരുന്നത്. ഓക്കെ, നല്ല വീതിയുള്ള റോഡാണ് ഇത്. ഇവിടെ സത്യം പറഞ്ഞാൽ നേരത്തെ വേറെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ആയിട്ട് കുറേ പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റിനകത്ത് നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇതിനകത്ത് വീട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിദേശത്തുള്ള ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട്, ഇൻഫോ പാർക്കിലുള്ള ആളുകൾ ഇതിനകത്ത് വീട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വീട് വാങ്ങിച്ച സമയത്ത് ആദ്യം ഈ പ്രോജക്റ്റിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്താണ് ഇവിടെ എന്ന് വെച്ചാൽ, ഇവിടുത്തെ വഴി വീതി കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് ആ നെഗറ്റിവിറ്റി ഈ ഒരു ബിൽഡേഴ്സ് ഇത്രയും കൂടെ ചേർന്നിട്ട് ആ കാര്യത്തെ മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വീതി വലുതായിട്ട് പോകും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഈ ഭാഗം ഇത്രയും കോൺക്രീറ്റ് ആയത്, ഇത് പുതിയ ഭാഗമാണ് ഇത്രയും. ബാക്കി നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗം ഇത്രയും കൃത്യമായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് റോഡാണ്, ടാർ റോഡാണ് കേട്ടോ. ഇവിടുന്ന് ബസ് റൂട്ട് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ്. അവിടേക്ക് 100 മീറ്റർ മാത്രമാണ് നടക്കാനുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് വേണേൽ 10 മിനിറ്റ് കൊണ്ട് എത്താടാ. 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ഡ്രൈവ് കൊണ്ട് തന്നെ ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയ ഒരു കാര്യം, നിനക്ക് ഫീൽ ചെയ്തോന്ന് എനിക്കറിയില്ല, ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു കാര്യം, വളരെ സൈലന്റ് ആണ് ഏരിയ. അത് ഫീൽ ചെയ്തായിരുന്നു അല്ലേ? ഭയങ്കര സൈലൻസ് ആണ്. റോഡിന്റെ അടുത്താണെങ്കിലും വളരെ സൈലന്റ് ആയിട്ടുള്ള ഏരിയ. കാമാൻകോറ്റായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. അപ്പോൾ ഈ വീടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 5.5 സെൻറ്റിനകത്തായിട്ട് 2370 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂമുള്ള വീട്. 4 ബെഡ്റൂം എന്ന് പറയുമ്പോൾ നിഹാലെ, നീ ഈ വീടിന് ഒരു പ്രൈസ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാമോ? ഇത് എത്രയാണ് പ്രൈസ് ഇതിനുണ്ടാകാൻ പോകുന്നതെന്ന്? ഒരു 95. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ട് കമൻറ്റ് കൊടുക്കുക. വില എന്തായാലും ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിന്റെ പ്രൈസ് 90 ആണല്ലേ? എൻ്റെ പ്രൈസ് 95. അപ്പോൾ നമുക്ക് നോക്കാം പ്രൈസ് എവിടേക്ക് വരും എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മതിൽ നോക്കിയേ, ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ടെക്സ്ചർ, ഒരു വുഡിൻ്റെ സ്റ്റെയിൻ വരുന്ന തരത്തിലുള്ള ടെക്സ്ചർ. ഇനി ഈ പ്രോപ്പർട്ടി പ്രത്യേകത എന്താ അറിയോ? ഇതിൻ്റെ നിൽക്കുന്ന പ്ലോട്ടിനൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ പ്ലോട്ടിൻ്റെ 2 സൈഡും നീ ഇവിടേക്ക് വന്നത് ഇത് കാണിച്ചു കൊടുത്തേ. ഇവിടെ ഈ ഒരു സൈഡും വഴിയാണ്. ഇതിൻ്റെ താഴത്തായിട്ടും ഇനി പ്രോജക്റ്റുകൾ വരാൻ പോകുന്നതാണ് ഇവിടെ കൊണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം വീടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും, ഫ്രണ്ടിലും വഴി കിട്ടുന്നുണ്ട്, സൈഡിലും വഴി കിട്ടുന്നുണ്ട്. അതുമല്ല ഇവിടെ നിന്നൊന്ന് കാണിച്ചു കൊടുത്തരാം. ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പ്രോപ്പർട്ടി എന്തോരം ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന്. അതായത് നോർമൽ ഇവിടെയുള്ള ബാക്കിയുള്ള പ്രോപ്പർട്ടിയേക്കാൾ ഏകദേശം ഇത്രത്തോളം ഉയർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രൈവസി മറ്റുള്ള പ്രോപ്പർട്ടികളേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഇതിന് കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്ലോട്ടിനകത്ത് ആദ്യത്തെ വീട് എന്നുള്ളൊരു അഡ്വാൻറ്റേജും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് നോർത്ത് ഡയറക്ഷനിലേക്കാണ്, വടക്ക് ദിശയിലേക്കാണ് ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം ഒരു മാസ് ലുക്കൊക്കെ ഉണ്ട് അല്ലേ? അതെ. നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ?
മാസ് ലുക്ക് ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടേജ് ഈ ഒരു വീടിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഗേറ്റിൻ്റെ കാര്യം നോക്കാം, യെല്ലോയും വൈറ്റും ആണ് കളർ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? പക്ഷെ കളർ കോമ്പിനേഷൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. മാറ്റേണ്ടവർക്ക് മാറ്റി ഡാർക്ക് കളർ കോമ്പിനേഷൻ, അത് വലിയ കാര്യമല്ലോ. സ്ക്വയർ ട്യൂബ് പെയിന്റ് ചെയ്യല്ലേ. ഡിസൈൻ എങ്ങനെ ഉണ്ട്? ഡിസൈൻ കൊള്ളാം. പക്ഷേ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യം, ഈ ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഇതിൻ്റെ വെൽഡിങ് വർക്കുകളൊക്കെ കുറച്ചുകൂടെ നല്ലൊരു പെർഫെക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ വിൽക്കാനുള്ള വീടുകൾക്ക് മറ്റും ഇത് കാണുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് കാണണമെന്ന് പറഞ്ഞാൽ ചില ഗേറ്റൊക്കെ കാണുന്ന സമയത്ത് ഇവിടുത്തെ ഒന്നും വെൽഡിങ് പ്രോപ്പറായിരിക്കത്തില്ല, ഈ ഒരു ഭാഗത്തേക്ക് വെൽഡിങ്. പക്ഷേ ഇവിടെ നല്ല അടിഭാഗം പോലും, സാധാരണ ഈ അടിഭാഗത്തൊന്നും പ്രോപ്പർ വെൽഡിങ് കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഷീറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിലുകളും കൊടുത്തിട്ടുണ്ട് ഗേറ്റിന്. അപ്പോൾ രണ്ട് സൈഡിലേക്ക് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന, അതായത് മാക്സിമം സ്പേസിനെ സേവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഗേറ്റിനെ കൊടുത്തേക്കുന്നത്. ഇനി ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കിയേ, കളർ കോമ്പിനേഷൻ കൊള്ളാം അല്ലേ? ഒരു സ്കൈ ബ്ലൂ, വൈറ്റ്, ഗ്രേ, കൊള്ളാം. ബോക്സി ഡിസൈൻ, നല്ലൊരു ബോക്സി ഡിസൈൻ ഉണ്ട്. ബാൽക്കണിയുടെ ഡിസൈനും കൊള്ളാം, നല്ല ഭംഗിയുണ്ട് അല്ലേ? എനിക്ക് കൈവരിയൊക്കെ സ്ക്വയർ ട്യൂബിൻ്റെ കൊടുത്തേക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് LED ലൈറ്റ് കൊണ്ട് വെറുപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ തിളങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് ആ ഒരു എലിവേഷൻ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് കോമ്പൗണ്ടിനുള്ളിലേക്ക് വന്നാൽ കടപ്പക്കല്ലുകളാണ് കേട്ടോ. ഇത് കടപ്പക്കല്ലുകളാണ് ഉപയോഗിച്ചത്. ഇടഭാഗത്ത് പുല്ലുകൾ കൊള്ളാം. ആസ് യൂഷ്വൽ എല്ലായിടത്തും ഇതേ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വലിയ പുതുമ നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെയായിട്ട് കിണറുണ്ട്. കിണറിൻ്റെ വട്ടം ഒരുപാട് വലിയ വട്ടമല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? അത്യാവശ്യം വെള്ളം ഇത്രത്തോളം ഉണ്ട്. അതാ ചൂടുകാലമായിട്ട് വെള്ളം നോക്കിയടാ, ഉണ്ടോ? ചൂടുകാലമായിട്ട് കൂടെ ആവശ്യത്തിന് വെള്ളമുണ്ട് കേട്ടോ. കാരണം ഇവിടെ തൊട്ട് താഴത്ത് പാടമോ, അപ്പോൾ വെള്ളം നന്നായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല വെള്ളമുള്ള സ്ഥലമാണ്. പിന്നെ KW വാട്ടർ കണക്ഷൻ ഫ്രണ്ടിലൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാനായിട്ട് പറ്റും. നീ ഇവിടെ നിൻ്റെ കൺസെപ്റ്റിൽ ഏത് വണ്ടി പാർക്ക് ചെയ്യാടാ? ഏത് വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യും. വലിയ വണ്ടി ഒരു ഇന്നോവയോ സ്കോർപ്പിയോ, നമ്മുടെ പുതിയ സ്കോർപ്പിയോ എന്നോ വേണമെന്ന് വെച്ചൊരു ഹമ്മർ ഇടാം. അത്രയും വലിയ വണ്ടിയൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഈ വലിയ വണ്ടി എന്തായാലും സുഖമായിട്ട് കിടക്കും. ഇന്നോവയൊക്കെ കൂളായിട്ട് കിടക്കുകയും ചെയ്യും. അതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ 2 വീലർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഫൗണ്ടേഷന് മുകളിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഗ്രാനൈറ്റിൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ? പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് കാറുകളും ബൈക്കുകളും ഇല്ലാത്ത ആളുകളില്ല. കാരണം ഒന്നുമില്ല, ഈ സബ്സിഡിയും ഭണ്ഡാരമൊക്കെ ഇപ്പോൾ മാറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. നീ അറിഞ്ഞാൽ അതിനെ പറ്റുമല്ലോ? പൊതുവിജ്ഞാനം ഇത്തിരി കുറവാണ്. പക്ഷേ എന്നാൽ ഓഫേഴ്സ്, ഈ സബ്സിഡി ഒരു സൈഡിൽ മാറ്റിയ സമയത്ത് ഓഫേഴ്സ് ഇപ്പോൾ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് കമ്പനികൾ. എല്ലാ കമ്പനികളും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, 2 വീലേഴ്സിനും 4 വീലേഴ്സിനൊക്കെ. അതുപോലെ ടാറ്റയൊക്കെ പ്രൈസ് കുറച്ച് വണ്ടിയുടെ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വൈദ്യുതിയുടെ ഉപയോഗം ഇപ്പോൾ കൂടുതലാന്ന് പറഞ്ഞ് ഇന്ന് അടിയന്തര മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ടുണ്ട്. ആണോ? പക്ഷെ വേറെ കാര്യമുണ്ട്, നമുക്ക് വേണേൽ സോളാർ വെക്കാം. സോളാർ വെച്ചാൽ കാര്യം മാറുമല്ലോ, കളി മാറും. നമുക്ക് ഇതിൻ്റെ വേണേൽ സോളാർ വെക്കാം. അപ്പം പവർ പ്ലഗ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് അനിവാര്യമാണ്. നീ പറഞ്ഞ ശരിയാണോ അവിടെ? ഇൻസ്റ്റേ കണ്ടാണല്ലേ? അപ്പോൾ ഇവിടേക്ക് വന്ന് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്ന ഭാഗം, കുഴപ്പമില്ലാത്ത സ്പേസ്, വീടിന് ചുറ്റും നല്ലോണം ചേർന്ന സ്പേസ്, അത്യാവശ്യം നല്ല ഒരു സ്പേസ് ആ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു ഡിസൈൻ നീ ശ്രദ്ധിച്ചു അറിയത്തില്ല, ഈ ഒരു തൂണിൻ്റെ ഡിസൈൻ, ഈ ടൈലിൻ്റെ ഡിസൈൻ നോക്കിയേ, നല്ല ഭംഗിയുള്ള ഡിസൈൻ അല്ലേ? സാധാരണ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് നാച്ചുറൽ സ്റ്റോൺസ് ആണെന്നാണ്. പക്ഷേ നാച്ചുറൽ സ്റ്റോൺസ് അല്ല, ടൈലാണ്. അതിനകത്ത് വെള്ളം പറ്റിയിരിക്കുന്ന മാതിരിയുള്ള ഡിസൈൻ വർക്കുകളാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ കോർണറുകളിലായിട്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട് ആ ഡിസൈൻ. പിന്നെ ഇവിടെ രണ്ടാമതൊരു വാഹനം കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. അപ്പോൾ വലിയ വണ്ടി സുഖമായിട്ട് വിടാൻ പറ്റുന്ന ഒരു കിയ കാർണിവൽ വേണേൽ കയറ്റിയിടാം അല്ലേ? സുഖമായിട്ട് കിടക്കാൻ പറ്റും, അത്ര നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി തൊട്ട് അപ്പുറത്തെ സൈഡ് തന്നെ റോഡാണ്, ഇത് പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ 1.5 മീറ്ററോളം, 2 മീറ്റർ അടുത്തോളം സ്പേസ് ഇവിടെ ഇവർ വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തുമുണ്ട്. ഇവിടം വരെയാണ് ഈ ഒരു കടപ്പ കല്ലുകൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബേബി മെറ്റൽസിനെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ബേബി മെറ്റൽ ആയതുകൊണ്ടൊരു കാര്യം, അധികം പൊടി ഉണ്ടാകത്തില്ല, അത് നല്ലൊരു കാര്യമാണ്. ഇവിടെയായിട്ട് നമ്മുടെ മീറ്റർ ബോക്സ് കാണിച്ചു കൊടുക്കാം. ഇവിടെയായിട്ടാണ് നമ്മുടെ മീറ്റർ ബോക്സിൻ്റെ സൈഡ് ഇതൊക്കെ പ്രോപ്പറാക്കി കൊടുക്കും. നീ നോക്കണ്ട, നീ ഇങ്ങനെ നെറ്റി വിളിച്ച് നോക്കുന്നു, അങ്ങനെ നോക്കേണ്ട കാര്യമില്ല, നല്ല സ്പേസാണ്. പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ താഴത്ത് പാടം, അവിടെ ഒരു റബ്ബറും തോട്ടം കാര്യങ്ങൾ. അപ്പം നീ ആയിരിക്കും ഇതെന്നും ചെയ്യൂ, കിട്ടൂല, ഇവിടെ വീട് വരും. ഇപ്പം തൽക്കാലം ഇപ്പം ഇത് ഈ ഒരു വ്യൂ മാത്രമല്ല, ഞാനിത് പറഞ്ഞ് ഇതാകുന്നില്ല. ഈ സാധനം കുറേ നാളായി ഞാൻ പല പുതിയ വീടുകളിൽ നോക്കുന്നുണ്ട്. വീടിൻ്റെ
മുൻപിൽ അല്ലെ സൈഡിൽ എവിടെയെങ്കിലും ഇത് കണക്കൊരു ടാപ്പ് ആവശ്യം. പക്ഷേ ഇപ്പോൾ ഉള്ള വിൽക്കാനുള്ള പല വീടുകളിലും ഞാനിത് കണ്ടിട്ടില്ല. പക്ഷേ ആവശ്യമാണ്. നമുക്കിപ്പോൾ ചെടി നനയ്ക്കാനോ ഗാർഡനൊക്കെ ചെയ്ത് അല്ല എന്തെങ്കിലും കാര്യത്തിനൊക്കെ വെള്ളം എടുക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അതിന് വരും. പക്ഷേ പല വീടുകളിലും ഇല്ല. അതിപ്പം വണ്ടി ഒന്ന് കഴുകണമെന്ന് തോന്നുകയാണെങ്കിൽ കൂടെയും അതിനുള്ള സൗകര്യം പലയിടത്തും കുറവാണ്. നിനക്കത് തോന്നിയിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിക്കാറില്ല. നീ എന്നതാ ശ്രദ്ധിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ? ഞാൻ സാറ് ഇതിൽ പറയണതാണ് ശ്രദ്ധിക്കണം. സാറ് ഈ വീഡിയോയിൽ പറയണ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ. സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് നോക്കിയേ, എന്ത് വലിയ സിറ്റ് ഔട്ടോ. എന്തായാലും 2 കസേര ഇടാൻ പറ്റും. ഇഷ്ടംപോലെ കസേര ഇടാം. 2-3 കസേര, 3 കസേര ഇട്ടാ 3 കസേര വേണേൽ അപ്പുറത്തൊരു കസേര ഇടാം, 4 കസേര വേണേൽ ഇടാം. നിനക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ആ കസേര ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ പടിയിൽ ഇവർ ഗ്രാനൈറ്റ് തന്നെ അല്ലേ ഉപയോഗിച്ചേക്കുന്നത്? ഇനി ഗ്രാനൈറ്റ് മറയ്ക്കാനും കാണാൻ എന്തെങ്കിലും ചെയ്തേക്കണം. അല്ലടാ, ഗ്രാനൈറ്റ് തന്നെ. എൻ്റെ പൊന്നു സാറേ. ഇല്ല, എന്നാലും നമ്മൾ നോക്കണമല്ലോ. ഇനി ഇവിടെ ഗ്രാസ് ഒക്കെ ഇട്ടിട്ട് ഇനി വെറുതെ അല്ല ഇട്ടിട്ട് ഇനി സംഭവമാണോ എന്ന് അറിയണമല്ലോ. തടിയുടെ കാര്യം തേക്ക്, ഈ കാണുന്നത് ഫ്രണ്ട് ഡോറ് തേക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ആഞ്ഞിലി മഹാഗണി, ഈ മരങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഈ ജനാല, ഈ 2 ഫ്രഞ്ച് വിൻഡോ, അതും ഈ തേക്ക് തന്നെയാണ് ഇവർ ഉപയോഗിച്ചേക്കുന്നത്. ഡോർ ഹാൻഡിൽ കൊള്ളാം അല്ലേ? സിമ്പിൾ ഡിസൈൻ, വളരെ സിമ്പിളായിട്ട് 2 വശത്തേക്ക് തുറക്കാവുന്ന തരത്തിലുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറിയാലോ? വാ, കയറി വാ മോനെ. ഇതാണ് നമ്മളുടെ ലിവിങ് സ്പേസ്, ഫോമൽ ലിവിങ് ഏരിയ എന്ന് നമുക്ക് പറയാം. നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് കൊള്ളാം അല്ലേ? യെല്ലോ കളർ പെയിന്റ് അല്ലേ? ഇത് പെയിന്റാ, ടെക്സ്ചർ അല്ല. നല്ല പെയിന്റ് വർക്ക്, റോയൽ പെയിന്റ് വർക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നമ്മളുടെ TV യൂണിറ്റ് ഏരിയ ആണ്. വളരെ സിമ്പിളാണല്ലേ? കളർ ബ്ലൂവും കൂടെ ചേർത്ത്. എനിക്ക് ആ ബ്ലൂ കളറിനോട് യോജിപ്പില്ല. എനിക്ക് യോജിപ്പില്ല. മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഫുള്ള് മൾട്ടികൂട്ടിലാണ് ഈ ഡിസൈൻ വർക്ക് മൊത്തം ചെയ്തേക്കുന്നത്. 2 സൈഡിൽ 2 ഒറ്റപ്പാളിയുടെ ജനാല കൊടുത്തിട്ടുണ്ട്. പക്ഷേ താഴത്തെ സ്റ്റോറേജ് സ്പേസ് നീ നോക്കിയേ, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 1 2 3 4 5 സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ട്രോഫിയൊക്കെ ക്ലബിൽ നിന്നൊക്കെ പാട്ട് പാടിയതിന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വെക്കാം. നിനക്ക് കിട്ടാറുണ്ടായിരുന്നല്ലോ. സോറി, നമ്മൾ ആ ടീമല്ല. നല്ല ടൈൽ നോക്കിയേ, വലിയ ടൈലാണ്. അപ്പോക്സി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ടൈൽ അല്ലേ? അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇവിടുത്തെ ഫ്രഞ്ച് വിൻഡോ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ നമുക്ക് കസേരകൾ ആവശ്യത്തിന്, കസേര ഇപ്പം കസേരയുടെ അല്ലല്ലോ, കോർണർ സെറ്റി ഒരു യു ഷേപ്പിലുള്ള സെറ്റി നമുക്ക്, ഈ 2 കോർണറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 2 കോർണറിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സെൻട്രലിൽ ടീപ്പോയും കൂടെ വന്നു കഴിഞ്ഞാലും സ്പേസ് ആവശ്യമുണ്ട് അല്ലേ? നല്ല സ്ഥല സൗകര്യമുണ്ട്. ഇനി സീലിംഗ് നോക്കിയേ, നമ്മുടെ പഴയ വീടുകളുടെയൊക്കെ മച്ചിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിട്ടാണ് സീലിങ്ങിനെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ കൊടുത്ത പ്രൊഫൈൽ ലൈറ്റുകൾ ഇപ്പോൾ സ്ഥിരം തരങ്ങളാണ്. നമ്മുടെ ഓഫീസിൽ യൂസ് ചെയ്തിട്ടുണ്ട് സെയിം സാധനം. പക്ഷെ നല്ല രസമുണ്ട് ഈ പ്രൊഫൈൽ ലൈറ്റുകൾ. പഴയ എന്താ പറയുക, ഇപ്പോഴത്തെ സീലിങ്ങിനകത്ത് കുറച്ചും കൂടെ ഒക്കെ വർക്കുകൾ മാറിയിട്ടുണ്ട്. നേരത്തെ സീലിങ്ങിനകത്തൊക്കെ നമ്മൾ ഈ ജിപ്സം സീലിംഗ് വർക്കിനകത്തൊക്കെ ചിലന്തി വല കെട്ടിക്കഴിഞ്ഞാൽ തുടയ്ക്കാൻ പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അതിനിടയ്ക്കൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ബൗൺസ് ചെയ്ത് കൊടുക്കുക. ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലന്തി അവിടെ എല്ലാം വല കെട്ടി വെക്കും. 1 വർഷം കഴിയുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് ഭയങ്കര പാടാണ്. പക്ഷെ ഇതിനങ്ങനെ വരില്ല, കാരണം ഇതിനങ്ങനെയുള്ള ഭാഗങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് മാറണേ, ഇവിടെ പാർട്ടീഷൻ ഇല്ല. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്താണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇനി അത്യാവശ്യം ഇൻഡോർ പ്ലാന്റുകളൊക്കെ വേണേൽ വെക്കാം അല്ലടാ? അതെ, അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. ഫുള്ള് മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്. മൾട്ടിവുഡിൽ എന്താ പറയുക, വിനീത് വെച്ചിട്ടാണ്, വിനീത് ഷീറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യത്തെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്ക് കേട്ടോ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിൽ ഒരു 6 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡൈനിങ് ടേബിൾ നമുക്ക് ഇടാൻ പറ്റില്ലടാ? പറ്റും. എനിക്ക് തോന്നുന്നുണ്ട്. സാറ് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും പറ്റും. കൂടുതൽ സാറ് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ടായില്ലല്ലോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമന്റിൽ പറയാൻ കേട്ടോ. സ്റ്റെയർ ഈ ഒരു ഭാഗത്താണ് കൈവരികൾ കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഭാഗത്ത്, ഇത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന ഭാഗമാണ്. ഇവിടെ ജനാലകൾ 3 പാളികളുടെ ജനാലകളുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ്, നമുക്ക് ഇൻവെർട്ടറൊക്കെ വെക്കാൻ പാകത്തിനായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമല്ല സാധാരണ ആളുകൾ ഈ 2 ഡോറ് കൊടുത്തിട്ട് അങ്ങ് ഒഴിവാക്കലാണ് പതിവ്. പക്ഷേ ഇവിടെ
അഡീഷണൽ ഒരു ഡോർ കൂടെ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു സ്പേസ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും ഇതുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും നമ്മളെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡംപ് ചെയ്യേണ്ട എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിനകത്തേക്ക് കയറ്റി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള സ്പേസ് എന്തായാലും കൃത്യമായിട്ടും ഷെയറിനടിയിലുള്ള സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ടും. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ അധിക വീടുകളിലൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ക്രോക്കറി ഷെൽഫ്. നീ ഇപ്പം നമ്മൾ ചെയ്ത് വന്നിട്ട് എത്ര അടുത്ത് ക്രോക്കറി ഷെൽഫ് കണ്ടിട്ടുണ്ടാവും? ഭയങ്കര റെയറാണ്, വളരെ റെയറാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റും, ഗ്ലാസും വൈറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. നല്ല അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ നല്ല രസമാണ് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ താഴത്ത് ഇവിടെ സ്റ്റോറേജ് സ്പേസ്. ഈ ഭംഗി എന്ന് പറയുന്ന സമയത്ത് പണ്ടേ നമ്മൾ വീട്ടിലെ മിക്കവാറുള്ളവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, എൻ്റെ വീട്ടിലെങ്ങനെയാണ് ഈ ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ അമ്മയെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കും. അതെ, ഈ സാധനങ്ങളൊന്നും കൊന്നാലും നമുക്ക് ഉപയോഗിക്കാൻ ഗസ്റ്റ് വരണം, ഇവരാരെങ്കിലും വന്നാലേ ഈ സാധനം പുറത്തിറങ്ങത്തുള്ളൂ. മിച്ചറിടാൻ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ചെറിയ പ്ലേറ്റ് കൊടുത്തോണ്ടാണ് നമ്മൾ ചെല്ലുന്നത്. വിരുന്നുകാർ വരണം ഗ്ലാസിൻ്റെ പ്ലേറ്റ് എന്തെങ്കിലും പുറത്തോട്ട് ഇറങ്ങാൻ, അല്ല ഈ സാധനം കൊന്നാലും ഇറക്കത്തില്ല. അതിപ്പോഴും പലയിടത്തും ചെയ്യുന്നുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റ് എന്താ ചേട്ടന്മാരാണ് കണ്ടോണ്ടിരിക്കുന്നത്, ചേച്ചിമാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയണം. ഇനി വീട്ടിൽ അമ്മമാരാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയണം. ആരൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം കമൻറ്റിൽ പറയണം. ഇവിടുത്തെ സീലിംഗ് നോക്കിയടാ, കൊള്ളാം അല്ലേ? പക്ഷെ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും സ്ട്രിപ്പ് ലൈറ്റിൻ്റെ ആ ഒരു ചെറിയ പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തും ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ആ ഒരു പ്രൊഫൈൽ ലൈറ്റിനെ സൈഡിലൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ആ ഒരു വുഡിൻ്റെ വർക്കായിട്ട് തോന്നുന്നുണ്ട് ഇതും അല്ലേ? ഇനി ഇതാ വാഷ് ഏരിയ നോക്കിയടാ, എന്ത് വലിയ വാഷ് ഏരിയ അല്ലേ? ബ്ലാക്ക് കളർ വാഷ് ബേസിന് ഒരു പ്രത്യേക ഭംഗിയല്ലേ? അതെ, വേറൊരു ഗുണമുണ്ട് ഈ ബ്ലാക്ക് കളർ വാഷ് ബേസിന്. എന്താന്ന് പറയാം, പെട്ടെന്ന് ചെളി പിടിച്ചറിയില്ല. അതെ, പെട്ടെന്ന് ചെളി പിടിച്ചാൽ അറിയത്തില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ അവർ ഫിറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ ആ പുറത്തെ തൂണിൽ കണ്ട് ആ ഡിസൈൻസ് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതാ മിറർ നോക്കിയേ, വലിയ മിറർ അല്ലേ? ഇതാണ് ഇതിൻ്റെ വലിപ്പം. ഇതിൻ്റെ പുറയിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇവിടെ ഒരു ലൈറ്റോടെ പ്രൊജക്ട് ചെയ്ത് നമ്മളെ ഫേസ് ചെയ്ത ലൈറ്റോടെ വേണം, നമുക്ക് വെക്കാമല്ലോ. നമുക്ക് വെക്കാം. പക്ഷെ ആ ഒരു ലൈറ്റോടെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ കൃത്യമായിട്ട് കണ്ണടിക്കാതെ കാണണമെങ്കിൽ തീർച്ചയായും ഒരു ലൈറ്റോടെ വേണം. താഴത്തെ സ്റ്റോറേജ് സ്പേസ് നോക്കിയടാ, 1 2 3 ഡോറുകളുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മുകളിലും കൊടുത്തിട്ടുണ്ട്, അതും എടുത്തു പറയേണ്ട കാര്യമാണ്. മുകളിലും 3 സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഇതേ നമ്മുടെ സെർവ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിവിടെ നമുക്ക് ആഹാര പദാർത്ഥങ്ങളൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഭംഗിയുണ്ടല്ലേടാ? സിമ്പിൾ. ഇനി മുകളിൽ നമുക്ക് എന്തെങ്കിലും സ്പേസ് ഒക്കെ അതൊന്നും വെക്കാനില്ല, അവിടെ നിന്ന് ആരും വെക്കത്തില്ല. വേണമെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ ഇൻഡോർ ചെടികൾ മേടിച്ച് വെക്കുക, അതാകുമ്പോൾ നല്ല രസമായിരിക്കും. അടുക്കളയിലേക്ക് വന്നേ, ഒറ്റ നോട്ടത്തിൽ ഈ അടുക്കളയെ പറ്റി നിനക്ക് എന്താ തോന്നുന്നേ? റിച്ച് അടുക്കള, വലിയ അടുക്കള അല്ലേ? അത് തന്നെ എനിക്ക് തോന്നുന്നു, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടുക്കള. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിലെ നീലയും വെള്ള അടിപൊളിയായിട്ടുണ്ടല്ലേ? ബ്ലൂ ആൻഡ് വൈറ്റ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ ബ്ലൂ കളർ എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അടുക്കള ടൈൽ നോക്കിയേ, നീ ആ ടൈലിന്റെ ഡിസൈൻ നോക്കിയേ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ ഒരു ഗ്രിപ്പ് ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഗ്രിപ്പൊന്നും ഇല്ല കേട്ടോ, കറക്റ്റ് ഇതാണ്ട് തന്നെ. പക്ഷെ ആ ഒരു മാറ്റ് ഫിനിഷ് ആണ്. ആ ഡിസൈൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഈ കിച്ചൺ ടോപ്പ് വരുന്നത് നാനോ വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ്. പിന്നെ വാസ്തുവൊക്കെ നോക്കുന്ന ആളുകൾക്ക് കിണറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് വടക്ക് കിഴക്കേ മൂലയ്ക്ക് തന്നെയാണ് ആ ഒരു കിണർ വരുന്നത്. അടുക്കളയുടെ സ്ഥാനവും അതേപോലെ തന്നെയാണ്. എല്ലാ സ്ഥാനവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്തതെന്നാണ് ബിൽഡർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. നീ വാസ്തു നോക്കാറുണ്ടോടാ? ഞാൻ വസ്തു മാത്രം നോക്കാറുള്ളൂ. ഏതാ? ഞാൻ വസ്തു മാത്രം നോക്കാം. വസ്തുവേ നോക്കാറുള്ളൂ, വാസ്തു നോക്കാറില്ല. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ്. ഇപ്പോൾ അവരവരുടെ ഇഷ്ടങ്ങളാണ്, വിശ്വാസങ്ങളാണ്. വാസ്തു നോക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം വാസ്തു നോക്കാത്ത ആളുകൾ ഞാൻ ആ പറഞ്ഞ പോയിന്റുകൾ വിട്ടേക്കുക. വാസ്തു നോക്കുന്ന ആളുകൾ അത് വെച്ചോളുക. അപ്പോൾ ഇവിടെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫുഡ് ആൻഡ് ഹോം വരാനുള്ള സ്പേസ്, നമ്മുടെ അതിനുള്ള സൗകര്യം. മുകളിൽ കൊടുത്തേക്കുന്ന സ്റ്റോറേജ് സ്പേസ് നോക്കിയെങ്കിലേ കയ്യെത്തള്ളല്ലേ? അല്ല, കയ്യെത്തുന്നില്ല, കൊള്ളാം. പക്ഷെ എന്നാലും അത്യാവശ്യം എടുത്ത് വെക്കാൻ പറ്റും. മറ്റേ ഒരു ചെറിയ സ്റ്റൂളല്ല, കസേര മടക്കിയിട്ടിട്ട് നമ്മുടെ ചെറിയ ഏണിയാക്കാൻ പറ്റുന്ന സാധനം ഉണ്ടല്ലോ, അത് കണ്ടില്ലേ? അതൊരു എന്താ പറയുക, സ്പേസ് സേവിങ് ഫർണിച്ചറാണ്. ആ ഒരു ഒരു കസേര വാങ്ങിച്ച് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആവുന്ന സാധനം തന്നെയാണ്. ആവശ്യത്തിന് സ്വിച്ച് പോയിന്റുകൾ മിക്സർ, ഇൻഡക്ഷൻ കുക്കറിനൊക്കെ വേണ്ടിയിട്ട് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോ സ്പേസ് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ.
അതൊക്കെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഇതാ ഇങ്ങോട്ട് മാറി നിന്ന് കാണിച്ചോളാം, ഇന്നല്ലേ കൃത്യമായിട്ട് കാണത്തുള്ളൂ. ഇതാ ഈ സ്പേസ് കണ്ടോ, കൃത്യമായിട്ട് വലിയ ഫ്രിഡ്ജ് വെക്കാൻ പറ്റും. ഫ്രിഡ്ജ് വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് പറയട്ടെ, ഫ്രിഡ്ജ് ഇത്തിരി ഇങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയ്ക്കകത്ത സ്പേസിന് ഒട്ടും തന്നെ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം വലിയ ഫ്രിഡ്ജ് വെക്കാൻ സുഖമായിട്ട് ഇവിടെ വെക്കാനായിട്ട് പറ്റും. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഏറ്റവും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എൻ്റെ സ്വിച്ച് പോയിന്റ് ഈ ഭാഗത്തേക്കാണ് കൊടുത്തേക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ മൾട്ടിവുഡ് വെച്ചിട്ടാണ് ചെയ്തത്. നല്ല കട്ട കെട്ടി തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ. ചിലയിടത്ത് ഈ ഭാഗത്തൊക്കെ സ്റ്റോറേജ് സ്പേസ് നമ്മൾ കാണാറുണ്ടല്ലോ. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം. ബാറിലൊക്കെ ഇട്ടേക്കുന്ന ചെയറില്ലേ, എന്താ ചിരിച്ച് ആ ചെറിയ 2 ചെയർ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് പറ്റും. അതും സംഗതി ക്ലാസ് ആണ്. സീലിംഗിലേക്ക് നോക്കിയേ, അടുക്കളയ്ക്ക് ഉള്ളിൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ അല്ലടാ? അതെ, സിമ്പിൾ ഡിസൈനാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി പുറത്തേക്ക് ഇറങ്ങണ്ടേ, അടുക്കളയുടെ പുറത്തേക്ക്? വാ, ഈ ഡോർ തുറന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ ടു എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ വർക്ക് ഏരിയ ഇവർ ചെയ്തിട്ടില്ല, പക്ഷെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളും ഈ ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ തുണി കൈ കൊണ്ട് കുത്തിപ്പിഴിഞ്ഞ് അലക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യം ഇവിടെ കൊടുത്തു. പ്രായമായിരിക്കൊക്കെ അങ്ങനത്തെ ചില നിർബന്ധമില്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ വേണം. എത്ര വാഷിംഗ് മെഷീൻ കൊടുത്താലും അവരതിലൊന്നും മാറൂല മോനെ, അവർക്ക് അത് തന്നെ വേണം. ഇതാ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ സൗകര്യങ്ങൾ ഇവിടെ. അപ്പോൾ ഈ പ്രായം ചെന്ന ആളുകളുള്ള വീടുകളെല്ലാം തീർച്ചയായിട്ടും ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ താഴെ ആയിരിക്കും ഏറ്റവും നല്ലത്. വാഷിംഗ് മെഷീൻ തുണിയെല്ലാം ചുവന്ന് മോളിൽ കൊണ്ടുപോയി അവിടെ കഴുകണമൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കുമ്പോൾ കഥ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവിടെ മോളിൽ യൂട്ടിലിറ്റി സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇയാൾ വെച്ച് കഥ ഇറക്കുന്നതല്ല. അതെ, ഞങ്ങളെ പറ്റിക്കാൻ നോക്കണേന്നൊക്കെ തോന്നും. പക്ഷെ അല്ല, മോളിലും സ്പേസ് ഉണ്ട്. ഇവിടെ ഇന്ന് പടിഞ്ഞാറോട്ടൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. പക്ഷേ ഈ വ്യൂ മറയും. ഇവിടെ വേറെ വീടുകൾ വരും. എന്താ ഇതിന് പുറകിലുള്ള ലാൻഡ് ഇതാണ്. ഇനി വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തെന്ന് പറയട്ടെ, നിനക്ക് എന്താ തോന്നുന്നത്? എനിക്കൊന്നും തോന്നാറ് എന്താ വെച്ചാൽ ഈ വീട് വാങ്ങിക്കുന്നവർക്ക് സ്ഥലം പോരാ, പുറകിൽ കുറച്ചുകൂടെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് കൂടെ നമുക്ക് കിട്ടും. അതായത് ഇവിടെ ലാൻഡ് വാങ്ങിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ആ ലാൻഡിൻ്റെ പ്രൈസൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ബാക്കി വീട് ആദ്യം കണ്ടു തീർക്കാം. വാ, ഇനി നമുക്ക് 4 ബെഡ്റൂം അവിടെ ഉള്ളത്. അത് നമ്മൾ ബെഡ്റൂമിൻ്റെ എണ്ണം പറഞ്ഞില്ലായിരുന്നു അല്ലേ? 4 സ്പേഷ്യസ് ബെഡ്റൂം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ 2 മുകളിൽ യൂഷ്വലി നമ്മൾ പറയുന്ന പോലെ അല്ലേ? അപ്പോൾ നമുക്ക് താഴത്തെ 2 ബെഡ്റൂമുകളിലേക്ക് പോയാലോ? നമ്മുടെ വാഷ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. വാഷ് ഏരിയ കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു ഇടനാഴി വരുന്നുണ്ട്. ഈ ഇടനാഴിയുടെ ഈ ഒരു ഭാഗത്തും ഇവിടെയായിട്ടാണ് 2 ബെഡ്റൂമുകൾ. ഡോറ് തടി കൊണ്ട് തന്നെയാണ്, റെഡിമെയ്ഡ് സ്കിൻ ഡോസ് ഒന്നുമില്ല. അതിനുമുമ്പ് വേറെ കാര്യം കാണാം, DBയുടെ സ്ഥാനം ഈ ഒരു സൈഡ് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ DB വരുന്നുണ്ട്. 3 ഫേസ് കണക്ഷനാണ് വരുന്നത്. ലെഗ്രാൻഡിൻ്റെയാണ് ബ്രേക്കേഴ്സ് വരുന്നത്. അതേപോലെ തന്നെ V-ഗാർഡിൻ്റെയാണ് വയറിങ് ഇവിടെ വരുന്നത്. അയ്യോ, അത് പറഞ്ഞപ്പോൾ നമ്മൾ വേറൊരു കാര്യം വരെ കാണിച്ചില്ല എന്നോടാ. നമുക്ക് ഏതെങ്കിലും സ്വിച്ച് നോക്കണ്ടേ? സ്വിച്ച് ഏതാ? സ്വിച്ചസ് ഇതാണ് ഇവിടെ വരുന്ന സ്വിച്ചസ്. അപ്പോൾ സ്വിച്ചസ് ലെഗ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടും കാണിക്കേണ്ടതുണ്ട്. സ്വിച്ചൊക്കെ വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതെല്ലാം കണ്ട് ഇരുന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറിയല്ലോ? ഓക്കെ, വാ. അയ്യോ, അതുപോലെ നമ്മുടെ മീറ്റർ വെക്കാൻ മറന്നുപോയി. അതിങ്ങടുത്തെ അപ്പോൾ നമ്മുടെ ലേസ്റ്റർ ഡിസ്റ്റൻസ് മീറ്റർ സാധനം, ഈ സാധനം എപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നു. നമുക്ക് നീളവും വീതിയും നോക്കാം. 11.49 അടി വീതി വരുന്നുണ്ട്. നീളത്തിൻ്റെ കാര്യം 12.57 അടിയാണ്. 144.33 സ്ക്വയർ ഫീറ്റ്. 140 + 144.33 ആണ് എക്സാക്ട് സ്ക്വയർ ഫീറ്റ്. നല്ല സ്പേസ് ആണ് അല്ലേ? നല്ല സ്പേസ്, നല്ല വലുപ്പമുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു പോരായ്മ വാർഡ്രോബ് ഇല്ല. ഈ റൂമിൽ വാർഡ്രോബ് ഇല്ല. അപ്പോൾ മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 13.409 മീറ്റർ സ്ക്വയർ ആണ്. വാർഡ്രോബ് ഇല്ല എന്നതാണ് ഈ ഒരു ബെഡ്റൂമിൽ ഞാൻ കണ്ട പോരായ്മ അല്ലേ? നിനക്കും ആ പോരായ്മ തോന്നിയില്ലേ? ഇവിടുത്തെ കളർ കോമ്പിനേഷൻ നോക്കി കൊള്ളാല്ലേ? നമ്മുടെ ലിവിങ് ഏരിയയിൽ കണ്ട മാതിരി ആ ഒരു യെല്ലോ കളർ കോമ്പിനേഷൻ. 2 ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ബെഡ് സ്വിച്ചുകൾ, ഈ ഭാഗത്തായിട്ടാണ് ബെഡ് സ്വിച്ചുകൾ കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ ഇപ്പുറത്തെ ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 പാളികളുടെ ജനാല. അപ്പോൾ നല്ല രീതിയിൽ ക്രോസ് വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും വേറെ സംശയമില്ലല്ലോ. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ ലിവിങ്ങിനും ഡൈനിങ്ങിനും കണ്ട സെയിം അതേ ടൈലുകൾ തന്നെ. സീലിംഗ് നോക്കിയേ, ഇവിടെ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന സീലിംഗ് ക്ലീഷ ഡിസൈൻ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും കൊടുത്ത് ഒരു ക്ലീഷ ഡിസൈനിൽ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാത്റൂമിലേക്ക് നമുക്ക് പോവാം. മിലാനോ ഡോസ് എന്നാണ്, FRP ഡോസ് ആണ് ഇവിടെ കൊടുക്കുന്നത്, ഫൈബർ ഡോസ് ആണ്. നമുക്ക് നേരെ ബാത്റൂമിലേക്ക് കയറിയാലോ. അപ്പോൾ ബാത്റൂം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ബാത്ത് ഏരിയ ഇവർ കൊടുത്തേക്കുന്നത്. വലിയ റെയിൻ ഷവറൊക്കെയാണ് അല്ലേ. എയർ വെന്റിലേഷൻ വിൻഡോ കൊടുത്തിട്ടുണ്ട്, ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഡാർക്ക് കളർ ടൈൽസ് ആണ് അവിടെ, മരത്തിന്റെ ഡിസൈന്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് മുഴുവൻ, ഫുള്ളും സെറ ഫിറ്റിംഗ്സ് ആണ്. സെൻട്രലായിട്ട് നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ്, ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ് കാണാം. സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ അറ്റത്തായിട്ട് വാഷ് ബേസിൻ, വെൽവെറ്റിന്റെയാണ് വാഷ് ബേസിൻ വരുന്നത്. നേരെ മുകളിൽ മിറർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുക്കുമായിരിക്കും അല്ലേ, പോയിന്റ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബാത്റൂമിലേക്ക്, ബെഡ്റൂമിലേക്ക് കയറാം. എന്താ അത്, ഇതാ ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. ഇത് എന്ത് കളറാണ് തെറിച്ച് നിൽക്കുന്നത് അല്ലേ ഈ കളറ്. കയറി വരുമ്പോൾ തന്നെ ഈ ഭിത്തിയിൽ ഈ കളറാണ്. പക്ഷെ ഡിസൈൻ കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുള്ള ഡിസൈൻ. പക്ഷെ ഈ ടൈൽ കളറും ഇതും തമ്മിൽ ഒരു മാച്ച് വരുന്നില്ല. പക്ഷെ ഭയങ്കര തെറിച്ച് നിൽക്കുന്ന കളർ, പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ ഭിത്തി. ഈ ഇവിടെ രണ്ടിടത്തും ഒറ്റപ്പാളികളുടെ ജനല കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്പേസ് ഇടാൻ, വലിയ കട്ടിലിടാൻ പറ്റും. നമ്മൾ കഥയൊക്കെ പറയാം, നീളവും വീതിയും പറയണ്ടേ. എന്താ ഇത്, വീതി 10.52 അടി. നീളത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം, 14.3 അടി. ഏകദേശം 150.41 സ്ക്വയർ ഫീറ്റ്. 150 മറ്റേനേക്കാൾ കൂടുതലുണ്ട്. നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ വളരെ കൂടുതലുണ്ട്. 150.41 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 13.974 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അത് തന്നെ, അതാണ് ആ ഒരു പോരായ്മയില്ല വരുമ. ആ പോരായ്മ ഇവിടെ അങ്ങ് പരിഹരിച്ചിട്ടുണ്ട്. വാർഡ്രോബിനെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലെ സ്ഥല സൗകര്യങ്ങളൊക്കെ കണ്ടു ബോധ്യപ്പെട്ടോട്ടെ. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ്, നല്ല സൗകര്യത്തിലാണ് ഉള്ളിൽ അറകളായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വാർഡ്രോബിനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ തുറന്ന് കാണിച്ച മാത്രമല്ല, താഴത്തും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ ഡ്രസ്സിംഗ് മിററിന്റെ താഴത്തും സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്ലോറിങ്ങിന്റെ ടൈലുകൾ നോക്കിയേ സെയിം. ഇനി സീലിംഗ് നോക്കിയേ, സീലിംഗ് നമ്മൾ ക്ലീഷയും ചേർത്തിട്ടുണ്ട്, പുതിയ പ്രൊഫൈൽ ലൈറ്റിനെയൊക്കെ ചേർത്തിട്ടുണ്ട്. സിമ്പിൾ ഡിസൈൻ, വേറെ ഒന്നുമില്ല, വലിയ ഡിസൈൻ ഒന്നും പറയില്ല. ഇവിടെയാണ് ബാത്റൂമിന്റെ സ്ഥാനം. ഇത് മിലാനോടെ സെയിം, നമ്മളപ്പുറത്ത് കണ്ട FRP ഡോസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് കയറി വന്നേ, മറ്റേ ബാത്റൂമിനെക്കാട്ടി വലുതാണ് അല്ലേ. കളർ കോമ്പിനേഷൻ കൊള്ളാം. ബാത്ത് ഏരിയ അപ്പോൾ അതുപോലെ ലാസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സെയിം സാധന മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. എയർ വെന്റിലേഷൻ വിൻഡോ ഉണ്ട്, ഹീറ്ററിനുള്ള പോയിന്റ് ഉണ്ട്, എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈൽസ് ആണ്. സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ. ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ഈ ഒരു ബാത്റൂമിനകത്ത് ഓടിക്കളിക്കുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതും വെൽവെറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് വാഷ് ബേസിൻ. നേരെ മുകളിൽ മിറർ, LED ലൈറ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മേളിലോട്ട് പോയാലോ. നമുക്ക് താഴത്തെ നില എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്റ്റെയർ മൊത്തത്തിൽ അവിടെ നിന്ന് കാണിച്ചോട്ടെ, ഫുള്ള് ഒന്ന് കണ്ടോട്ടെ സ്റ്റെയർ. ഇതാണ് സ്റ്റെയറിന്റെ ഡിസൈൻ. നേരത്തെ ഒന്ന് കണ്ടതാണ്, എങ്കിലും ഒന്ന് കണ്ടിരുന്നു. ഇപ്പൊ സാറ് പറയേണ്ട പല സാധനവും ഞാൻ കയറി പറയണ്ട. ഏതാ അത്, അങ്ങനെയാണല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ആണ്. നീ എന്താ അത്, നീ ഇത് കണ്ടോ, ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ടോപ്പ് വരുന്നത്. ബാക്കി സൈഡൊക്കെ നോർമൽ ടൈല്. പിന്നെ ഇവിടുത്തെ ടെക്സ്ചർ വർക്ക് കണ്ടോ, നല്ല ഭംഗിയുണ്ട് ടെക്സ്ചർ വർക്ക്. എനിക്ക് ഗോൾഡൻ ലൈൻസ് ഒക്കെ ഇടയിലൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. നാളെ ഇനിയിപ്പോൾ ഒരു ദിവസമേ ഞാനൊരു വീഡിയോ എടുക്കാനില്ല, നിനക്കൊരു വീഡിയോ എടുക്കാമല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ പർഗോള കൊടുത്തിട്ടുണ്ട്. ഓക്കെ കേട്ടോ, സൺലൈറ്റ് ഇതുവഴി വരും. ഞാൻ ആദ്യം വിചാരിച്ചത് മൾട്ടിവുഡിൻ്റെ ഡിസൈൻ അല്ല, പക്ഷേ മൾട്ടിവുഡ് അല്ല, അവർ പെയിൻറ്റ് ചെയ്തേക്കാണ് ഈ ഒരു കാര്യം. ഇനി ഇവിടെ മുകളിലേക്ക് നോക്കിയേ, സീലിങ്ങിലേക്ക് നോക്കിയേ, നോർമൽ സീലിംഗ് ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കയറി വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു പാർട്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. അത് ഫുള്ളും മൾട്ടിവുഡ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ നേരെ വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഷോക്കേസ് സ്പേസ്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഒരു ഷോക്കേസ് സ്പേസ് ആണ് നമ്മൾ കാണുന്നത്. നല്ല, പക്ഷേ ഡോറൊന്നുമില്ല, ഗ്ലാസ് ഒക്കെ വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇത് സ്റ്റെയർ കയറി വരുമ്പോൾ ഉള്ള ഭാഗത്തെ
ഒരു ഓപ്പൺ സ്പേസ് ആണ്, ഒരു നടക്കാനുള്ള സ്പേസ് ആണ്. ഇവിടെ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, പക്ഷെ ഇവിടെ നല്ല സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ വേറൊരു കാര്യം എന്ന് ചോദിച്ചോ, ഇവിടെ നല്ല സ്പേസ് ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ഭാഗങ്ങളിൽ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ ഒരു അപ്പർ ലിവിങ് സ്പേസ്, നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ്. താഴത്തെ ലിവിങ് ഏരിയയുടെ നേരെ മുകളിലായിട്ടാണ് ഓൾമോസ്റ്റ് അതേ സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നിനൊരു കുറവില്ല. രണ്ട് സൈഡിലും ജനാലയൊക്കെ കൊടുത്തിട്ടുണ്ട്, സെൻട്രലായിട്ട് ടി വിക്കുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ടി വിയുടെ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഭാഗത്ത് വെന്റിലേഷൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ടി വി ഗ്ലെയർ അടിക്കാൻ പാടില്ലല്ലോ, എന്തായാലും കൃത്യമായിട്ട് ഇവിടെ ഗ്ലെയർ അടിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പാണ്. ഈ ഒരു സൈഡിൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഡോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒപ്പം അതിൻ്റെ കൂടെ 2 ജനാല കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പെയിന്റ് വർക്ക് അവിടെ കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ ടി വിയുടെ സ്വിച്ച് പോയിന്റ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് ആ പാർട്ടീഷൻ വർക്ക് നോക്കി, ഫുള്ള് മൾട്ടിവുഡിലാണ്. താഴത്ത് കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും ഇവർ അവലംബിച്ചിട്ടുള്ളത്. ഇതിനകത്തും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം അല്ലടാ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇനി ഇവിടുത്തെ സീലിംഗ് കാണിച്ചു കൊടുത്തടാ, ഇതാ സീലിംഗിന്റെ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്, കൊള്ളാം, നല്ല ഭംഗിയുണ്ട് ഡിസൈൻ കാണാനായിട്ട്. സിമ്പിൾ ഡിസൈൻസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫ്ലോറിങ്ങിന്റെ ടൈലൊന്നും സെയിം, വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് ബാൽക്കണി കാണിച്ചാലോ, നമുക്ക് ഡോർ തുറന്ന് പുറത്ത്. ഇതൊക്കെ മഹാഗണിയാണ് ഡോർ കേട്ടോ. അപ്പം നേരെ ബാൽക്കണി ഇറങ്ങുന്നത്. ബാൽക്കണി 2ആയിട്ട് വേണേൽ തിരിക്കാം. ഒന്ന് കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി, ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളൊരു ബാൽക്കണി. ഇതിപ്പം കവേർഡ് ആയിട്ടുള്ള ബാൽക്കണി സ്പേസ് ആണ്. ഇപ്പോൾ ഇവിടെ കൈവരി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് ടഫ് ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് പടിഞ്ഞാറോട്ടുള്ള വ്യൂ. അവിടെ ഒരു വീട് വന്നാലും കുഴപ്പമില്ലാത്തത്ര ഉയരെ വരത്തുള്ളൂ, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി കിട്ടും. നല്ല അത്യാവശ്യം ഒരുപാട് വലിയ വ്യൂ ആണെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല, എന്നാലും ഒരു വ്യൂ ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്കിതാ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ളൊരു ടെറസ് സ്പേസ് കിട്ടുകയാണ്. അത്യാവശ്യം ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആട്ട് കട്ടിൽ, ഇരുമ്പിൻ്റെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ആട്ട് കട്ടിലൊക്കെ വേണമെങ്കിൽ ഇടാനായിട്ട് പറ്റും. നല്ലൊരു സ്പേസ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പൈനാപ്പിൾ തോട്ടമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ളത്. ഈ വ്യൂ എപ്പോഴും കിട്ടും. ഏതാ അവിടെ അവര് വീട് അറിയത്തില്ല ഇനി ഫ്യൂച്ചറിലൊക്കെ വരുമെന്നുള്ളായിരുന്നു. നമ്മളിനി ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഇതാരെങ്കിലും വാങ്ങിച്ചിട്ട് ഇവിടെ വീട് വരത്തില്ല, നീയൊക്കെ വല്ലടാ വന്ന് ഘോരം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ നമ്മളെത്തിലേക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടികൾ. സോറി ഇവിടെ ഇത് കൊള്ളാം, ഈ ടെക്സ്ചർ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ടെക്സ്ചർ വർക്ക് നല്ല ഭംഗി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കൈവരികൾ ഈ ഭാഗത്ത് ചെറിയ കൈവരി, അതാ നോക്കിയേ, അത് സ്ക്വയർ ട്യൂബിൻ്റെ ചെറിയ കൈവരി. പിന്നെ ടൈലിൻ്റെ ഡിസൈൻ നോക്കിയേ, ഒരു പഴയ മൊസൈക്ക് ഡിസൈനിൻ്റെ ആ ഒരു മൊസൈക്കിൻ്റെ തറയോട് സാമ്യമുള്ള ഡിസൈനുള്ള ടൈലുകളാണ് അവിടുത്തെ. മാറ്റ് ടൈൽ കേട്ടോ, മഴവെള്ളം വീണാലൊന്നും തന്നെ തരത്തിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം കവേർഡ് ബാൽക്കണിയും ഓപ്പൺ ബാൽക്കണിയും നല്ല സ്പേസ് ഉണ്ട്, നല്ല സൗകര്യമുണ്ട്. ഇനി ഇവിടെ 2 ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ആ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴി തന്നെ ഇവിടെ ആയിട്ട് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് മുകളിലത്തെ സെപ്പറേറ്റ് DBA ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് DBA കൊടുത്തിട്ടുണ്ട്. ഒന്നും ഓഫ് ആവുന്നില്ലേ? ഓഫ്. ഞാൻ ഓഫ് ആവുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ഓക്കെ, ഡമ്മിക്ക് വെച്ച് ടെസ്റ്റ് ചെയ്താണ്. അപ്പോൾ ബെഡ്റൂമിലേക്ക് എൻ്റെ മോനെ നമ്മൾ താഴത്ത് കണ്ട അതേപോലെ തന്നെ വേറൊരു കളറ് അല്ലേ, തെറിച്ചിരിക്കുന്നുണ്ടോ. പക്ഷെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം, സെയിം തന്നെയാണ് കേട്ടോ. അവിടുത്തെ വീതി 10.52 അടിയാണ്, ഇവിടെ തന്നെ സെയിം 14.48 അടിയാണ് ഈ നീളം വരുന്നത്. അപ്പോൾ 150.17 സെയിം സ്ക്വയർ ഫീറ്റ്. താഴത്തെ വലിയ ബെഡ്റൂം നമ്മൾ കണ്ടില്ലേ, അതേ വലുപ്പം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 13.951 മീറ്റർ സ്ക്വയർ ആണ് ഇവിടെയും ബെഡ്റൂമിൻ്റെ വലുപ്പം. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകൾ വരുന്നുണ്ട്, 2 ഒറ്റപ്പാളികളുടെ ജനാലയെ കൊടുത്തേക്കുന്ന ബെഡ് സ്പേസ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിടാം. ഇവിടെയായിട്ട് നമ്മുടെ പടിഞ്ഞാറെന്നുള്ള ജനാല ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസമുണ്ട്. എന്താ നിനക്ക് തോന്നിയ വ്യത്യാസം? മനസ്സിലായില്ല? അതെ, ഈ സൈഡിൽ വന്നേക്കുന്ന ഈ സാധനമാണ് വ്യത്യാസമായിട്ടുള്ളത്. താഴത്തെ ഉണ്ടായില്ല, പക്ഷെ ഇവിടെ അതും കൂടെ ഒരു അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറവുകൾ പറയുമ്പോൾ കൂടുതലും കൂടെ എടുത്ത് പറയണമല്ലോ. നിനക്ക് എന്താ അകത്ത് ഡ്രോയും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാൻ നല്ല വാർഡ്രോബ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഡ്രസ്സിംഗ് മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ സീലിംഗ് ഒന്നുമില്ല. മുകളിലത്തെ ബെഡ്റൂമിലുള്ള ആളുകൾക്കൊന്നും സീലിംഗ് കിട്ടത്തില്ല, ആ സാധനങ്ങളൊന്നും നമ്മൾ തരുന്നതായിരിക്കില്ല. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ അതൊക്കെ സെയിം തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ബാത്റൂമിലേക്ക് കയറാം, സെയിം ഡോറുകൾ തന്നെ, സെയിം വ്യത്യാസമൊന്നുമില്ല. ടൈലിൻ്റെ ഡിസൈൻസിൽ വ്യത്യാസമുണ്ട് അല്ലേ? നേരത്തെ ഫസ്റ്റ് ബാത്റൂമിൽ ഈ മൂല കൊടുത്ത്, അതെ, ഇതങ്ങനെ ചെറിയ വ്യത്യാസം മാത്രം. ബാത്ത് ഫിറ്റിങ്സ് ഒക്കെ നോക്കിയേ സെയിം തന്നെയാണ് അല്ലേ? ആ ഒരു സെറയുടെ സെയിം വലിയ റെയിൻ ഷവറും മറ്റു കാര്യങ്ങളും. ഹീറ്ററിനുള്ള പോയിന്റ് നമുക്ക് കാണാൻ പറ്റും, എയർ വെന്റിലേഷൻ വിൻഡോ, എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ്.
അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ക്ലോസറ്റ് ഏരിയ, യൂറോപ്യൻ ക്ലോസറ്റ്, ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ്, സെറയുടെ മോഡൽ, ലാസ്റ്റ് ഭാഗത്ത് വാഷ് ബേസിൻ. ഇത് ചെറിയ വാഷ് ബേസിനാണ്. എല്ലാം ആ ഒരു വെൽവെറ്റിൻ്റെ വാഷ് ബേസിൻ തന്നെ. നേരെ മുകളിൽ മിററിനുള്ള സ്പോട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റിനുള്ള വരുമായിരിക്കും, പോയിന്റ് ഇല്ല. ചിലപ്പം വരുമായിരിക്കാം, ചിലപ്പം വരില്ലായിരിക്കാം. തീർച്ചയായിട്ടും അത് നിങ്ങൾ ബിൽഡറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഒരു ബെഡ്റൂം കൂടെ, 4ാമത്തെ ബെഡ്റൂമാണ് കാണേണ്ടത്. 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം. അതെ, 4ാമത്തതും അവസാനത്തതുമായ ബെഡ്റൂം. നമ്മുടെ ഈ ഒരു ഷോക്കേസിന് തൊട്ട് ചേർന്ന് തന്നെ ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറാം. ഇത് നമ്മളുടെ കിച്ചണിന് നേരെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നീളവും വീതിയും ഒക്കെ നോക്കാം. അപ്പോൾ 11.58 അടിയാണ് വീതി, 12.48 അടിയാണ് നീളം, 144.54 സ്ക്വയർ ഫീറ്റ്, 144.54 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂം. 4 ബെഡ്റൂം 140 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എല്ലാ അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂം, നല്ല വലിയ ബെഡ്റൂം ആട്ടോ. എടുത്തു പറയണം, 13.428 സ്ക്വയർ ഫീറ്റ് ആണ്, 13.428 മീറ്റർ സ്ക്വയർ ആണ് ഈ ബെഡ്റൂമിന്റെ വലുപ്പം. ഇവിടെ 3 പാളികളുടെ ജനാലയുണ്ട്, ഇവിടെ 2 പാളികളുടെ ജനാല. ഇവിടെ തെറിച്ച് നിൽക്കുന്ന കളറല്ല, പക്ഷേ ഒരു ഐവറി കളർ അല്ലേടാ? അങ്ങനെ. അയ്യോ, കളറിന്റെ കാര്യം ഞാൻ അതിലും വലിയ കോമഡിയാണ്. ഇതിനകത്ത് വാർഡ്രോബ് ഇല്ല. 2 ബെഡ്റൂമുകളിലെ വാർഡ്രോബ് വരുന്നുള്ളൂ. 2 ബെഡ്റൂമിലെ ഇവിടെ സാധനം വെക്കാൻ സ്ഥലമുണ്ട്. അതെ, ഈ കാണുന്ന സ്ഥലം ഒരു അഡീഷണൽ സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ ഡംപ് ചെയ്ത് വെക്കാനായിട്ട് വരും. പിന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇന്റീരിയർ ഫുള്ളും പുട്ടി ഫിനിഷാണ് കേട്ടോ. മൊത്തവും പുട്ടി ഫിനിഷാണ് ഇവിടുത്തെ വർക്കെല്ലാം ചെയ്തേക്കുന്നത്. ഇവിടെ ആയിട്ട് നമ്മളുടെ ബാത്റൂം കാണിച്ചു കൊടുത്തേ. ഇപ്പോൾ സെയിം എല്ലായിടത്തും ഒരേ കളർ കോമ്പിനേഷനൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെയും വലിയ റേഞ്ച് ഓവർ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബാത്റൂം ഇവിടെയും എയർ വെന്റിലേഷൻ വിൻഡോ കോർണറിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അല്ലേ. അതേപോലെ ഹീറ്ററിനുള്ള പോയിന്റ് ഉണ്ട്, എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് ഉണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം ബാത്ത് ഫിറ്റിംഗ്സ് ഒക്കെ സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ്. അതിനകത്ത് അല്ലേ. ഇനി സെൻട്രലായിട്ട് ക്ലോസറ്റ് സെറ്റ്, സെറയുടെ ക്ലോസറ്റ് സെറ്റാണ്. ഇനി വാഷ് ബേസിൻ, വെൽവെറ്റിന്റെ വാഷ് ബേസിൻ, മിറർ. ഇവിടെ ലൈറ്റിന്റെ പോയിന്റ് മിസ്സിംഗ് ആണ്. പൊക്കത്തിന് മറന്നുപോയതാണോ അറിയില്ല. ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാനുള്ള ഭാഗം. അപ്പോൾ ഈ ഡോർ തുറന്ന് നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. നേരത്തെ താഴത്ത് വന്നപ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മുകളിലില്ലാന്ന്. സംശയം വേണ്ട. നല്ല യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ഫുള്ളും ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് യൂട്ടിലിറ്റി സ്പേസ്. ഈ ഒരു സ്പേസും കൂടെ ചേർത്തിട്ടാണ് 2370 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും ഈ ഒരു ഭാഗം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഇത് ഏകദേശം 12 അടി, ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ 160 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ട് കേട്ടോ. അപ്പം അതുകൂടെ കൃത്യമായിട്ടും ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ 2370 160 പോയാൽ ഏകദേശം 2100 സ്ക്വയർ ഫീറ്റ് അല്ലേ. അതാണ് വീടിന് മാത്രമുള്ള സ്ക്വയർ ഫീറ്റ്, ഈ ഒരു ഏരിയ സ്ക്വയർ ഫീറ്റ്. കാരണം ഇതും സ്ക്വയർ ഫീറ്റിനകത്ത് പെടുന്നതാണ്. കാരണം ഇതുണ്ടെങ്കിൽ ഇപ്പം പഞ്ചായത്തിൽ നിന്ന് ലൈസൻസും മറ്റു കാര്യങ്ങളും അത് നമ്പറൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതൊക്കെ ഇതിനകത്ത് ആക്കണം, അതൊക്കെയാണ് നിയമം ഇപ്പോഴത്തെ. ഇവിടെ ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ആണ്, അതിനുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കയറാം. സാധാരണ ഗതിയിൽ മുകളിലേക്ക് കയറുന്ന ഈ പടിയുടെ വീതി പലയിടത്തും പ്രശ്നമാണ്. പക്ഷെ ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം വീതിയുണ്ട്. മറ്റേ ഒരാൾക്ക് ഇടുങ്ങി ഞെരുങ്ങിയൊക്കെ കയറി പോകാൻ പറ്റുന്നല്ലടാ. പലയിടത്തും അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. പക്ഷെ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും താഴത്തൊരു വീട് വന്നു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് നമുക്ക് വ്യൂ കിട്ടൂടാ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വ്യൂ അങ്ങോട്ട് കിട്ടും. നോക്കി അവിടെ ഒരു ചേട്ടൻ മതിൽ കിടന്ന്, ആരും ഒരു ചേട്ടൻ മതിൽ കിടന്ന് ചേട്ടൻ പറിക്കാൻ വന്നതാ. അയ്യോ, പുല്ലും കൊണ്ടുവന്നേ പാവം ചേട്ടൻ. എന്ത് പരിപാടിയാണത് നമ്മൾ പറഞ്ഞ. പാവം ചേട്ടൻ. അപ്പോൾ ഇവിടെ വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വർക്കുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഇവിടെ പാരപ്പൻ്റെ ഡിസൈനൊക്കെ നോർമൽ ഡിസൈൻ വർക്കാണ്. ഇനി കുറച്ച് റെസ്റ്റ് എടുത്താലോ? ക്ഷീണിച്ച് മൊത്തം കണ്ടു കഴിഞ്ഞു. സമയം കളയാനുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് ബ്രീഫായിട്ടൊരു കാര്യം പറയാം. 5.5 സെൻറ്റ് സ്ഥലമാണ്, 2370 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. 4 ബെഡ്റൂമുണ്ട്, 4 സ്പേഷ്യസ് ബെഡ്റൂമാണ്. എല്ലാം 140 പ്ലസ് ആണ്. 2 ബെഡ്റൂം 140 പ്ലസ്, 2 ബെഡ്റൂം 150 ആണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരമാണ് ഈ പ്രോപ്പർട്ടിയുടെ. ഒരു 10 മിനിറ്റ് ഡ്രൈവ് കൊണ്ട് എത്തും. 5.5 കിലോമീറ്ററേ ഉള്ളൂ.
ഫേസ് 2 നേരത്തെ തുടക്കത്തിൽ നിഹാൽ പറഞ്ഞ പോലെ വണ്ടർല വളരെ അടുത്താണ്. വണ്ടർലയിലൊക്കെ വല്ലപ്പോഴും പോകണമെന്നുള്ളവർക്ക് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ്. വഴി നല്ല വീതിയുള്ള വഴിയാണ്. ഫ്രണ്ടിൽ വലിയ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രൈസ് നിഹാൽ പറഞ്ഞ പ്രൈസ് എത്രടാ? 95 അല്ല, പുച്ഛം കണ്ടപ്പോൾ മനസ്സിലായി 95 അല്ല. ഇല്ല, അത്രയും വിലയൊന്നുമില്ല. വീടിന് അവർ ചോദിക്കുന്നത് 85 ആണ്. 85 എന്ന് പറയുന്ന സമയത്ത് വേറൊരു കാര്യം ഇവിടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതിന് എത്ര ശതമാനം നമുക്ക് ലോൺ കിട്ടുമെന്ന്. ഏകദേശം 80% ലോണ് നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒരു 17 ലക്ഷം രൂപ, ഒരു 17 lakhs ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 17 എന്താ അല്ല 70 എന്നൊക്കെ പറയുമ്പോഴേ 70 അല്ല 17 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട് നമുക്ക് വാങ്ങിക്കാനായിട്ട് വരും. അപ്രോക്സിമേറ്റ് നമുക്ക് EMI വേണമെങ്കിൽ ഒന്ന് പറയാം. 85 into 80% എന്ന് പറയുമ്പോൾ 68 വരുമ്പോൾ ഒരു 50 to 55,000 മാക്സിമം ലോൺ ഇടുമ്പോഴാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മാക്സിമം ഒരു 50-55 രൂപ നമുക്ക് മാസം EMI ആയിട്ട് വരും. അതൊക്കെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ്. പിന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എക്സാക്റ്റ് സ്ഥലം അറിയണം, ലൊക്കേഷൻ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ എടുക്കുക, അവരെ വിളിക്കുക, ഇവരോട് സംസാരിക്കാൻ നേരിട്ടൊന്ന് സ്ഥലം കാണുക, വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക. അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ബാർഗെയിനൊക്കെ ചെയ്തോളുക. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്തോളാം. അതൊക്കെ അവർ ചെയ്തോളും. നമ്മളിനി പറഞ്ഞു പഠിപ്പിക്കേണ്ട, ചെയ്യണേ കേട്ടോ. അതൊക്കെ ചെയ്തേക്കാം. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.